Now we are going to discuss about acetoacetic ester, or otherwise known as ethyl acetoacetate. This is the one of the active methylene compound. This is the structure of ethyl acetoacetate. Here there is a active methylene group, CH2 group, and attached to it there is COOET. ഒരു ester group ഉണ്ട്. ഇതിന്റെ കൂടെ ഒരു aceto group, COCH3 group ഉണ്ട്. അപ്പോൾ അതിന്റെ രണ്ടിന്റെ ഇടയിലാണ് CH2 ഇരിക്കുന്നത്. So it is very acidic and very active. Okay, ഇതിന്റെ റിയാക്ഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ആണ് തരുന്നത്. One is ketonic hydrolysis and other one is acid hydrolysis. Ketonic hydrolysis എന്ന് പറയുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒരു കീറ്റോൺ ആയിരിക്കും. ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒരു ആസിഡ് ഗ്രൂപ്പുകൾ ആസിഡ് കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, ആസിഡിക് കോമ്പൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഈ കീറ്റോണിക് ഹൈഡ്രോളിസിസ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു കീറ്റോൺ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 3-methyl pentane 2-on. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് 1 2 3 4 5 മെമ്പർ റിംഗ് ഉള്ള ഒരു ചെയിൻ വരയ്ക്കാം. സെക്കൻഡ് പൊസിഷനിൽ ഓൺ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഓ ആയിരിക്കും. പിന്നെ തേർഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് ദ മോളിക്യൂൾ. ഓക്കെ, നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട മോളിക്യൂൾ അതാണ്. ഇനി ഇതില് CH3COCH ഈ പോർഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ എന്താണ് ഈഥൈൽ അസിറ്റോഅസിറ്റേറ്റിൽ നിന്നാണ്. അപ്പൊ ആ റിയേജന്റിൽ നിന്ന് വരുന്ന ഒരു പോർഷൻ ആണ് CH2COCH3 കീറ്റോണിന്റെ കേസിലെ കീറ്റോൺ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ ഇത് ഇതിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കണം. ഇത് ദിസ് ഈസ് കമ്മിങ് ഫ്രം ഈഥൈൽ അസിറ്റോഅസിറ്റേറ്റ്. അപ്പൊ ബാക്കിയുള്ള രണ്ട് ചെയിൻ അത് നമ്മൾ എക്സ്റ്റേണലി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. യൂഷ്വലി എല്ലാ ആക്റ്റീവ് മെഥൈലിൻ കോമ്പൗണ്ട്സിന്റെ ഒരു കോമൺ റിയേജന്റ് ആണ് സോഡിയം മെത്തോക്സൈഡ്. ഈ സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ മാറി അവിടെ സോഡിയം കയറും. പിന്നെ വേറെ ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പിനെ കയറ്റാൻ വളരെ എളുപ്പമാണ്. സോ ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓൾമോസ്റ്റ് ഓൾ റിയാക്ഷൻസ് ഓഫ് ആക്റ്റീവ് മെഥൈലിൻ കോമ്പൗണ്ട്സ്. സോ Na+ ആൻഡ് CH- ഒരു ഹൈഡ്രജൻ പോയിട്ടോ അതിനെ വെച്ചിട്ട് Na+ വെച്ചിട്ട് റീപ്ലേസ്ഡ് ആയി. ഇനി അടുത്തത് നമ്മൾ Na+നെ ഒരു CH3I വെച്ച് ട്രീറ്റ് ചെയ്യാൻ പോവാം. കാരണം എന്തിനാ, നമ്മൾ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, അതിനെ കയറ്റാൻ പോവാം ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ CH3 കയറി പിന്നെ CHCOO Na. അപ്പോൾ ഇവിടെ ഒരു -NaI സോഡിയം അയഡൈഡ് റിമൂവ് ആയി. ഇനി ഇവിടെ വീണ്ടും ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനെ നമുക്ക് എന്ത് ചെയ്യാം, സോഡിയം എത്തോക്സൈഡ് വെച്ച് വീണ്ടും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സോഡിയം സോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇനി അടുത്ത ഗ്രൂപ്പ് കയറ്റണ്ടേ, അത് CH2CH3 ആണ്. അപ്പോൾ അതിന്റെ തന്നെ ഒരു അയഡൈഡ് CH3CH2I എന്ന് പറയുന്ന ഗ്രൂപ്പ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും NAയും Iയും കൂടെ -Na സോഡിയം അയഡൈഡ് ആയിട്ട് റിമൂവ് ആവും. എന്നിട്ട് ഈ ഗ്രൂപ്പ് CH3CH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതിന്റെ അകത്തേക്ക് കയറും. ഓക്കെ, ഇനിയാണ് നമ്മളുടെ കീറ്റോണിക് ഹൈഡ്രോളിസിസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആസിഡ് അല്ലെങ്കിൽ എസ്റ്റർ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്ന ആളെ നമ്മൾ അങ്ങോട്ട് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയാണ് കീറ്റോണിക് ഹൈഡ്രോളിസിസ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ റിയേജൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഈ റിയേജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കീറ്റോണിക് ഹൈഡ്രോളിസിസിന്റെ റിയേജൻറ്റ്. എന്തൊക്കെയാണെന്ന് നോക്കി. ഡൈല്യൂട്ട് അക്വസ് KOH, ഡൈല്യൂട്ട് ആണ്, അക്വസ് സൊല്യൂഷൻ ആണ്, KOH ആണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. വീണ്ടും ആസിഡിഫൈ ചെയ്യാൻ വേണ്ടി ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, എന്നിട്ട് അതൊന്ന് വാം ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സാണ്, 3 സ്റ്റെപ്പുകളാണ്. ഡൈല്യൂട്ട് അക്വസ് KOH, ഡൈല്യൂട്ട് H2SO4 ആൻഡ് വാമിങ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റണേന്ന് നോക്കൂ. ഈ എസ്റ്റർ ഗ്രൂപ്പ് ആദ്യം പറഞ്ഞാൽ അതങ്ങനെ ആസിഡ് ഗ്രൂപ്പ് ആവും, പിന്നെ വാം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോകും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ഇവിടെ എസ്റ്റർ ഗ്രൂപ്പ് പോയിട്ട് ആ ഹൈഡ്രജൻ മാത്രം അവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കീറ്റോൺ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ 2-methyl pent 2-on ഉണ്ടാക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കീറ്റോൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീറ്റോൺ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇത് ഒരു സിമ്പിൾ കീറ്റോൺ ആണ്, pent 2-on എന്ന് പറയും. അപ്പം 1 2 3 4 5 കാർബൺ ഉള്ള ഒരു ചെയിൻ വരയ്ക്കാം. അതിനകത്ത് രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഓ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും പോർഷൻ CH3COCH2 ഇതെന്തിൽ നിന്നാണ് വരണതെന്ന് മനസ്സിലാക്കണം. ഇത് നമ്മുടെ അസിറ്റോഅസിറ്റിക് എസ്റ്ററിൽ നിന്ന് വരുന്ന പോർഷനാണ്. ബാക്കിയുള്ള പോർഷൻ എന്താ, CH2CH3. അത് മാത്രം നമ്മൾ കയറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നോക്കാം. ആദ്യം നമ്മുടെ അസിറ്റോഅസിറ്റിക് എസ്റ്റർ എടുത്തു, സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തു, ഒരു ഹൈഡ്രജൻ Na+ ആക്കി. വീണ്ടും നമ്മൾ കയറ്റേണ്ട സാധനം എന്താ, CH2CH3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് CH2I, CH3CH2I എന്ന് പറയുന്ന മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ കയറാൻ പോണത് CH3CH2
എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അങ്ങ് കയറും. ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സോഡിയം ഓക്സൈഡ് ചെയ്യണ്ട, കാരണം നമുക്ക് വേറെ ഗ്രൂപ്പുകളൊന്നും കയറ്റാനില്ല അല്ലെ. അപ്പൊ ഇതിനെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ ഡയലൂട്ട് അക്വസ് KOH വെച്ച് ട്രീറ്റ് ചെയ്യുക, പിന്നെ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക, വാം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് compound CH2 CH3 പിന്നെ ഈ COH ഇത്രയും പോർഷൻ അങ്ങനെ തന്നെ അനങ്ങാണ്ട് കിട്ടും. ഈ പോർഷൻ മാത്രം അങ്ങ് പോകും, ഹൈഡ്രജൻ ആയിട്ട് കയറും. സോ യു വിൽ ഗെറ്റ് ദിസ് മോളിക്യൂൾ. സാധാരണ pent2 എന്ന് പറയുന്ന മോളിക്യൂൾ കിട്ടും. ഇനി പെൻറ്റെയിൻ 2,4 ഡയോൺ, രണ്ട് കീറ്റോണിക് ഗ്രൂപ്പുകളുള്ള ഒരു മോളിക്യൂൾ വേണമെങ്കിൽ നമുക്ക് സിന്തസൈസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ അസിറ്റോഅസിറ്റിക് എസ്റ്ററിൽ നിന്ന് വരുന്ന പോർഷൻ ഏതാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നോക്കൂ, CH2 CO CH3 എന്ന് പറയുന്ന പോർഷൻ ആണ് അസിറ്റോഅസിറ്റിക് എസ്റ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആരെയാ, CO CH3നെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സാധാരണ മെക്കാനിസം വർക്ക് ചെയ്യില്ല എന്ന് പറയണേ. ലൈക്ക് നമുക്കിപ്പോൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സോഡിയം ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ ആക്ച്വലി ഇത് ചെയ്ത് കഴിയുമ്പോൾ വേറെ റിയാക്ഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മെഗ്നീഷ്യം ആൻഡ് ബെൻസീൻ ആണ് അതിൻ്റെ പെർട്ടിക്കുലർ റിയേജൻസ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരാളെ കയറ്റാനില്ലേ CH3CO, അതിൻ്റെ ഒരു ക്ലോറൈഡ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യുക, ഇതേൽ അസിറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലോറിനും ഇവിടെ ഉള്ളൊരു ഹൈഡ്രജനും കൂടി അങ്ങ് എലിമിനേറ്റ് ആയി പോയിക്കോളും. എന്നിട്ട് ഇതങ്ങ് കയറും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ എസ്റ്റർ ഗ്രൂപ്പിനെ കളയണം അല്ലേ. എസ്റ്റർ ഗ്രൂപ്പിനെ കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ഹൈഡ്രോളിസിസ് ആണ്, കീറ്റോണിക് ഹൈഡ്രോളിസിസ് ആണ് ചെയ്യേണ്ടത്. അതിൻ്റെ റിയേജൻസ് എന്തൊക്കെയാണ്, ഡയലൂട്ട് അക്വസ് KOH, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് വാർമിംഗ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഈ എസ്റ്റർ ഗ്രൂപ്പ് പോകും, ഇവിടെ ഒരു ഹൈഡ്രജൻ കയറും ആൻഡ് യു വിൽ ഗെറ്റ് എ കോമ്പൗണ്ട്. സോ ദിസ് ഇസ് കീറ്റോണിക് ഹൈഡ്രോളിസിസ്. ഈ ഒരു പാറ്റേൺ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കീറ്റോൺ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത് എഴുതാം. ഇനി അടുത്തത് ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് വേറൊരു സെക്ഷൻ ഈ അസിറ്റോഅസിറ്റിക് എസ്റ്റർ തരുന്നത്. അപ്പോൾ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഫൈനൽ പ്രൊഡക്റ്റ് ഒരു ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 2-methyl ബ്യൂട്ടനോയിക് ആസിഡ് ആണ് എനിക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിക്കും. അപ്പം ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ 1 2 3 4 കാർബൺ ഉള്ള ഒരു ആസിഡ് ആണ്. അതിൻ്റെ അകത്ത് സെക്കൻഡ് കാർബണിൽ എന്തുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതല്ലേ 2-methyl ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആസിഡിന്റെ കേസിൽ ഈ പോർഷൻ ആണ് എന്തിൽ നിന്ന് വരുന്നത്, ഈ അസിറ്റോഅസിറ്റിക് എസ്റ്ററിൽ നിന്ന് വരുന്നത്. അതായത് ഈ പോർഷൻ, ആ കീറ്റോണിന്റെ പോർഷൻ അങ്ങ് പോകും, എലിമിനേറ്റ് ചെയ്ത് പോകും ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, എല്ലാം സോഡിയം ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക. ഈ ഹൈഡ്രജനെ നമുക്ക് ഒന്ന് വിട്ടു പോകാൻ പാകത്തിന് ലൂസാക്കി എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ സോഡിയം കയറ്റി എടുക്കുക വെക്കുക. അപ്പോൾ കുറച്ചും കൂടി അത് റിയാക്റ്റീവ് ആവും. എന്നിട്ട് അതിനെ നമുക്ക് ആരെയാ കയറ്റണ്ടേ, CH3I കയറ്റണം അല്ലേ. അപ്പോൾ CH3I ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു CH3 ഗ്രൂപ്പിന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഥൈൽ അയഡൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് NaI പോകും, ഇവിടുന്ന് സോഡിയവും ഇവിടുന്ന് അയഡിനും പോകും. ഈ CH3 ഇതിലേക്ക് അറ്റാച്ച് ആവും, അതാണ് എഴുതിയിരിക്കുന്നത്. CH3 CHലേക്ക് അറ്റാച്ച് ആയി. ഇനി വീണ്ടും എന്ത് ചെയ്യണം, ഒരാളെയും കൂടി കയറ്റണ്ടേ, ഈഥൈൽ ഗ്രൂപ്പിനെ കൂടി കയറ്റാനുണ്ട്. അപ്പോൾ ഈഥൈൽ അയഡൈഡ് എടുക്കണം. അതിനു മുന്നേ ഇതിനാദ്യം സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ എന്ത് വരും, Na+ വരും. എന്നിട്ട് വീണ്ടും ഈഥൈൽ അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ NAയും അയഡിനും കൂടി പോകും. പിന്നെ ഈ ഈഥൈൽ ഗ്രൂപ്പ് ഈ കാർബണിലേക്ക് കയറും, കണ്ടോ, ഈഥൈൽ ഗ്രൂപ്പും കയറി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ട്രക്ചറിന്റെ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി എന്തും കൂടി പോയാൽ മതി, ഈ പോർഷൻ അങ്ങോട്ട് പോകാൻ വേണം, ഇത് ഹൈഡ്രലൈസ് ചെയ്തിട്ട് ആസിഡ് ആവാൻ വേണം അല്ലേ. ഈ എസ്റ്റർ ഗ്രൂപ്പ് ആസിഡ് ആവണം, ഈ CO CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് പോകണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രോളിസിസ് ആണ് ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഉള്ള റിയേജന്റ് കോൺസെൻട്രേറ്റഡ് എത്തനോളിക് KOH, മറ്റേത് ഡയലൂട്ട് ആയിരുന്നേ, ഇത് കോൺസെൻട്രേറ്റഡ് എത്തനോളിക് KOH ഹൈഡ്രോക്ലോറിക് ആസിഡും ഇട്ട് വാം ചെയ്യാനല്ല പറയണേ, ബോയിൽ ചെയ്യുക, തിളപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ബോയിൽ ചെയ്യുക. അപ്പൊ എന്ത് പറ്റും, ഈ CO CH3 എന്ന് പറഞ്ഞ അസിറ്റേറ്റ് ഗ്രൂപ്പ് അങ്ങോട്ട് അസിറ്റോ ഗ്രൂപ്പ് അങ്ങോട്ട് പോകും. ഓക്കെ, എന്നിട്ട് ഈ എസ്റ്ററിനെ ഹൈഡ്രലൈസ് ചെയ്ത് ഒരു ആസിഡ് ആവുകയും ചെയ്യും. അപ്പോൾ യു വിൽ ഗെറ്റ് ദ കോമ്പൗണ്ട്, ഈ പറഞ്ഞ ആസിഡ് കിട്ടും. ഇനി പെന്റനോയിക് ആസിഡ് എന്ന് പറയുന്നതും വേണമെങ്കിൽ നമുക്ക് സിന്തസൈസ് ചെയ്യാം. പെന്റനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 5 കാർബൺ ഉള്ള ഒരു ആസിഡ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഈ CH2 COH പാർട്ടാണ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടണമെന്ന് മനസ്സിലാക്കണം, ഇതിൽ നിന്ന് കിട്ടണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഇത് പറഞ്ഞ പോലെ സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പറയുന്ന സോഡിയം സോൾട്ട് ആകും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റേണ്ട ആളാരാ, ഒരു പ്രൊപ്പൈൽ അയഡൈഡ് CH3 CH2 CH2I, കണ്ട 3 കാർബൺ ഉള്ള
അയഡൈഡ് കയറ്റി കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ അയഡൈഡ് CH3 CH2 CH2 എന്ന് പറഞ്ഞുകൊണ്ട് അത് കയറും. ഇനി വല്ലതും കയറ്റാനുണ്ടോ? ഇല്ല, വേറെ ഒന്നും കയറ്റുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് മറ്റേ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. ആസിഡ് ഹൈഡ്രോളിസിന്റെ റിയേജന്റ് ഒന്നും കൂടി പറഞ്ഞേ. കോൺസെൻട്രേറ്റഡ് എത്തനോളിക് KOH HCl ആൻഡ് ബോയിൽ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പോകും? COCH3 ഗ്രൂപ്പ് അങ്ങോട്ട് പോകും. എസ്റ്റർ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? COOH ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പെന്റനോയിക് ആസിഡ് കിട്ടും. യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആസിഡ്. ഈ ആസിഡ് കിട്ടും. ഓക്കെ. ഇനി വേറെ ഒരെണ്ണമാണ് സക്സിനിക് ആസിഡ്. അതൊരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. ഇതിന്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്ത് 2 CH2 COH ഗ്രൂപ്പുകളുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. 2 മോളിക്യൂള് ഈ സാധനം വെച്ചിട്ട് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇതിരിക്കുന്ന വേറൊരു മെത്തേഡാണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഇഥൈൽ അസിറ്റോസിറ്റേറ്റ് എടുക്കുക, സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ മാറി ഇവിടെ സോഡിയം കയറും. ഓക്കെ. പിന്നെ നമ്മൾ കയറ്റാൻ പോണ ആളെ നോക്കി CH2COOET, അതായത് ഇതുപോലത്തെ തന്നെ ഒരു സ്പീഷീസ് ആണ്. അതുപോലത്തെ 2 എണ്ണം കൂടി ചേർന്നിട്ടുള്ളത് പോലെയല്ലേ ഈ സക്സിനിക് ആസിഡ് ഇരിക്കുന്നത്, കണ്ടോ? CH2COH CH2COH അല്ലേ? അപ്പോൾ ഇതുപോലത്തെ തന്നെയുള്ള ഒരു സ്പീഷീസ് ഒരു അയഡൈഡും കൂടി ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം. അപ്പോൾ നീ നോക്കൂ, അത് അങ്ങോട്ട് ജോയിൻ്റ് ആയി. ഓക്കെ. ഇനി നമുക്ക് എന്ത് റിമൂവ് ചെയ്യണം? COCH3 റിമൂവ് ചെയ്യണം. COCH3 റിമൂവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. അതിന്റെ റിയേജൻസ് അറിയാം, കോൺസെൻട്രേറ്റഡ് എത്തനോളിക് KOH HCl ആൻഡ് ബോയിൽ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ പോർഷൻ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സക്സിനിക് ആസിഡ് ആയിരിക്കും. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, സിന്തസിസ് ഓഫ് അൺസാച്ചുറേറ്റഡ് ആസിഡ്സ്. അൺസാച്ചുറേറ്റഡ് ആസിഡ് സിന്തസൈസ് ചെയ്യുന്നത് ഈ മെത്തേഡ് അല്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കീറ്റോണിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്ലസ് ഈ ഒരു നമ്മുടെ ഇഥൈൽ അസിറ്റോസിറ്റേറ്റ് എടുക്കുക. എന്നിട്ട് പിരിഡിന്റെ പ്രസൻസിൽ, ഇപ്പൊ സോഡിയം ഹെത്തോക്സൈഡ് എന്ന് വെച്ചൊരു ബേസ് അല്ലേ, അതുപോലെ വേറൊരു ബേസിക് കോമ്പൗണ്ട് ആണ് പെരിഡിൻ. പെരിഡിന്റെ പ്രസൻസിൽ ഇത് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും കൂടി കണ്ടൻസ് ചെയ്ത് പോകും. ആൻഡ് യു വിൽ ഗെറ്റ് എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് ആസിഡ് മാത്രം ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യാം. അപ്പോൾ ഈ COCH3 ഗ്രൂപ്പ് അങ്ങ് പോകും. ഓക്കെ. ആസിഡ് ഹൈഡ്രോളിസിസ് റിയേജന്റ് അറിയാലോ, കോൺസെൻട്രേറ്റഡ് എത്തനോളിക് KOH HCl ആൻഡ് ബോയിൽ. ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. സോ ദാറ്റ്സ് റിയാക്ഷൻസ് ഓഫ് ethyl acetate.